ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര ബിൽഡപ്പ് എല്ലാം കൊടുത്തിട്ട് പോകുന്നുണ്ട്. എവിടത്തേക്കാണെന്നറിയാം. ഹരിശങ്കറിനെ കാണാൻ പറ്റുന്നെല്ലാം പറഞ്ഞിട്ടാ പോകുന്നത്. 4 മണിക്കാണ് ഷോ. അല്ല, 4 മണിക്കാണ് ഗേറ്റ് ഓപ്പൺ. ഇപ്പം 4:30. ആടെ ചെന്നിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുമോയെന്ന് തന്നെ അറിയില്ല. ഒരാൾ ഭയങ്കര ബിൽഡപ്പ് ചെയ്ത് നേരത്തെ തുടങ്ങിയതാണ് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഇതുവരെ ആയിട്ടില്ല. ദൈവത്തിനറിയാം അവിടെ പോയിട്ട് എന്താ അവസ്ഥ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടുത്ത അവസ്ഥ ഒരുങ്ങാൻ തുടങ്ങിയിട്ട് നേരം കുറേ. അങ്ങനെ മുടി കെട്ടണോ, ഇങ്ങനെ മുടി കെട്ടണോ, ഇതാ ഭയങ്കര ഫാഷൻ പരേഡിന് പോകുന്നതാണൊക്കെയാണ്. ഒരു ഹരിശങ്കറിനെ കാണാൻ പോകുന്നതിന്റെ ബിൽഡപ്പാണ് ഇത്. അവിടെ പോയിട്ട് കാണാൻ പറ്റുമോ, ശശിയാവുമോന്ന് നമുക്ക് വഴിയേ അറിയാം. വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആള് വ്യൂസ് കിട്ടാൻ വേണ്ടിട്ട് അവിടെ പോകുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുങ്ങുന്ന കാര്യം പറഞ്ഞ ആളെ നോക്ക്. 1 മണിക്കൂറായി വേറെ വേറെ ഡ്രസ് ഇടുന്നേ. കുറെ നേരം ചെയ്യാനായി. വേറെ പിന്നെ പാവാടിയും ബ്ലൗസായി. പിന്നെ ഈ പാവാടിയും നാറ്റിക്കരുത്. നമ്മളെ നാറ്റിക്കാൻ വരുമ്പോ നിങ്ങൾക്ക് വലിയ നാറ്റുണ്ട് ആലോചിക്കണം. ഹലോ, ഞാൻ ഡ്രസ് ഇട്ട് അച്ഛനോടത്ത് ചോദിക്കണം ഇത് ഇടാൻ പറ്റുമോ, നിന്റെ അടുത്ത് ചോദിക്കണം, നിന്റെ ചേച്ചിയുടെ അടുത്ത് ചോദിക്കണം, എന്റെ അടുത്ത് ചോദിക്കാൻ എല്ലാവരോടും ചോദിച്ചു വരുമ്പം ലാസ്റ്റ് ഒരു കൂതറ ഡ്രസ് തരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ്. ഞാനല്ല, എന്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം നോക്കൂ ഗൈസ്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് യെല്ലോ, യെല്ലോ ഇട്ടിട്ടാ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും വരുന്നേ ഉള്ളൂ. സീറ്റൊക്കെ ഇപ്പോൾ കാലിയാണ്. കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഇതേ സ്റ്റേജൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നതേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 5 മണിയാകുമ്പോൾ എത്തി. 7:30ക്കാണ് ഹരിശങ്കർ വരുന്നതെന്നാണ് പറഞ്ഞത്. അതിന് മുമ്പേ കുറേ കലാപരിപാടികളുണ്ട്. അതാണ് ഈ കാണുന്നതൊക്കെ. വേക്ക് കണ്ണൂർ എക്സ്പോ എന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കണ്ണൂരിൻ്റെ പരിപാടിയാകുമ്പോൾ എപ്പോഴും തെയ്യങ്ങൾ, നാടൻ കലകൾ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് മടിക്കൈ അസോസിയേഷൻ നടത്തിയതാണ് കേട്ടോ ഇത്. നല്ല രസമാണ്. തെയ്യമൊക്കെ ഉണ്ട് സ്റ്റേജിൽ. ഞാൻ ഇത് അടുത്ത് നിന്ന് കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി ചെണ്ടമേളം ഉണ്ടായിരുന്നു. ചെണ്ടയും വയലിനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാതിരിക്കാൻ വയ്യ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹരിശങ്കറിൻ്റെ എൻട്രി. ഭയങ്കര രസമായിരുന്നു. നല്ല തിരക്കുമായിരുന്നു. നല്ല വൈബാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിംഗറിൻ്റെ പരിപാടിക്ക് പോകുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂപ്പറായിരുന്നു. സൂപ്പർ വൈബായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. മോളാണെങ്കിൽ ഹരിശങ്കറിൻ്റെ ഭയങ്കര ഫാനാണ്. ഞാനാണെങ്കിൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകളൊക്കെ സൂപ്പറാണല്ലോ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഹരിശങ്കറിൻ്റെ എൻട്രി ആണ് കേട്ടോ ഇത്. മധുരമോ ചിരിയാടനി പ്രിയ സമ്മതമോളോ കേട്ട വയസ്സ് തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇരിക്കാൻ കുറേ ആൾക്കാർക്കൊന്നും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ബാക്കിൽ നിറയെ ആൾക്കാർ, പുറത്തും നിറച്ചും ആൾക്കാരുണ്ട്. ഫ്രണ്ടിൽ മാത്രമാണ് VIP സീറ്റുള്ളത്.
പിന്നെ അതിന് തൊട്ട് ബാക്കിലായിരുന്നു ഞങ്ങൾ ഇരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പോയത് കൊണ്ട് നമുക്ക് സീറ്റ് കിട്ടി. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. അറിയാലോ, ഇങ്ങനെ ഒരു പാട്ട്, ഇങ്ങനെ ഒരു സിംഗറിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. നല്ല വൈബായിരുന്നു, പൊളിയായിരുന്നു കേട്ടോ. കുട്ടികൾ നല്ല പോലെ എൻജോയ് ചെയ്തു. കഴിയാനൊന്നുമില്ല കേട്ടോ. ഈ 2-3 പാട്ടും കൂടെ ഉള്ളൂ. ഇപ്പം തന്നെ 11:30 ആയി. അപ്പോൾ അത് കാരണം കുട്ടികൾക്ക് രാവിലെ സ്കൂളുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. നമുക്ക് രാവിലെ എഴുന്നേറ്റ് 6 മണിക്കൊണ്ട് സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ എന്തെന്ന് വെച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കഴിയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല, അത്രയും തിരക്കാണ്, കുറേ സമയമെടുക്കും. അത് കാരണം ഞാനും മോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വലിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി ഇതേ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.